ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് 30ഓളം വരുന്ന ഹീമോഫീലിയ രോഗികളും അവരുടെ രക്ഷിതാക്കളും ഓണം ആഘോഷിക്കാൻ ക്ലിഫ് ഹൌസിലെത്തിയത്. ആശുപത്രികളിൽ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നിരവധി പരാതികളാണ് രോഗികളും രക്ഷിതാക്കളും മുഖ്യമന്ത്രിയോട് പങ്കുവച്ചത്. അരമണിക്കൂറോളം നേരം വിശദമായി പരാതികൾ കേട്ട മുഖ്യമന്ത്രി ആരോഗ്യ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ജനസമ്പർക്ക പരിപാടിയിൽ ഹീമോഫീലിയ രോഗികൾക്കായി പ്രഖ്യാപിച്ച പദ്ധതിയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തി. 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ആരോഗ്യ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 2 ലക്ഷം രൂപയായിരുന്നു കാരുണ്യയിൽ നിന്നുള്ള സഹായം വാങ്ങുന്നതിനുള്ള മൊത്തത്തിലുള്ള പരിധി. അതിപ്പോഴും ആ പരിധി നിൽക്കുകയാണ്. പക്ഷേ ഹീമോഫീലിയ രോഗികളുടെ പരിധി എടുത്തു കളഞ്ഞു. കാരണം ആജീവനാന്തം അവർ മരുന്ന് കഴിക്കേണ്ടതാണ്. അവർക്ക് ലിമിറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആ പരിധി കഴിയുമ്പം പെരുവഴിയിലേക്ക് വലിച്ചെറിയുന്നതിന് തുല്യമാണ്. വീൽചെയറിലും ഊന്നുവടിയിലും ഏറെ പ്രയാസപ്പെട്ടെത്തിയ കുട്ടികളെ ആശ്വസിപ്പിക്കാനും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യാനും മുഖ്യമന്ത്രി മറന്നില്ല. എല്ലാവർക്കും ഓണക്കോടിയും സദ്യയും നൽകിയാണ് മുഖ്യമന്ത്രിയും ഭാര്യയും അവരെ യാത്രയാക്കിയത്. ഹീമോഫീലിയ സൊസൈറ്റിയാണ് രോഗികൾക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത്. മീഡിയ 1 തിരുവനന്തപുരം.